MK കത്വാർ പശ്ചിമ കമാൻഡർ ലഫ്റ്റനന്റ് ജനറലാണ് ഇന്ത്യയുടെ. അദ്ദേഹം ഇന്നൊരു വാചകം പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ശ്രദ്ധേയമാണ്. കാരണം ഇനിയൊരു പഹൽഗാം മോഡൽ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചാൽ ഉണ്ടാവില്ല ഞങ്ങളുടെ തിരിച്ചടി ഇതിനെക്കാട്ടിലും ഭയാനകമായിരിക്കും. ഇങ്ങനെ പറയാൻ ശേഷിയുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ ചൊറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇനി അത്തരത്തിലൊരു പഹൽഗാം ഉണ്ടാകും, അതായത് ഒരു ഓപ്പറേഷൻ സിന്ദൂർ രണ്ടാമത്തെ, അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളം? ഗോപ, ഈ കടിപിടി കൂടുമ്പോൾ കടിയേറ്റ നായി മുറിവ് പറ്റി തോറ്റോടിയിട്ട് വീട്ടിൽ ചെന്ന് കിടന്ന് കുറച്ച് കുരയുണ്ട്. കുരയും മൂങ്ങലും എല്ലാം കൂടെ ചേർന്നു. അത്രയേ ഉള്ളൂ ഈ പാകിസ്ഥാൻ്റെ. മൂങ്ങൽ, ഓരിയിടൽ, അങ്ങനെയുള്ള ചില സംഭവങ്ങൾ, കുരയ്ക്കലും. ഒരു പക ഉള്ളിലുണ്ട്. മൈൻഡ് ഈസ് വില്ലിങ് ടു കിൽ ബട്ട് ദ ബോഡി ഈസ് നോട്ട് എന്നുള്ളൊരവസ്ഥയിലെത്തും. നായി കഷ്ടമുണ്ട് കാര്യം എന്ന് പറയുന്ന പോലുള്ള പ്രലപനങ്ങളാണ് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും അസീം മുനീറിൻ്റെ പ്രത്യേകിച്ചും ഭാഗത്ത് നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട മറുപടിയാണ് നമ്മുടെ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രിയോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആർമിയിലെ രാജീവ് ഖായ് ആണ് പറഞ്ഞത്. സ്ട്രാറ്റജിക് ഓപ്പറേഷൻസിൻ്റെ ചീഫ് കൺട്രോളറാണ് അദ്ദേഹം, കൺട്രോളർ ചീഫാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, ഇനിയും പഹൽഗാം പോലെ ഒന്ന്, കാരണം കുറച്ച് സമയമായി, മറ്റേതിൻ്റെ വേദനയും മുറിവും ഒക്കെ ഉണങ്ങി കാണും. അമേരിക്കയിൽ ചെന്നും നല്ല ഒന്നാം തരം ചാപ്പാടുമൊക്കെ കഴിച്ച് മൃഷ്ടാന്നമൊക്കെ കഴിച്ച് എല്ലിനിടയിൽ കുത്താൻ തുടങ്ങിയിട്ടുണ്ട് അസീം മുനീറിന്. അപ്പോൾ പ്രകോപനപരമായിട്ടുള്ള പല സംഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു എന്ന് മാത്രമല്ല, ഗുജറാത്തിലെ സർക്രീക്ക് ഭാഗത്ത് നിന്ന് ചില ശ്രമങ്ങളും പട്ടാളത്തിൻ്റെതായിട്ട് വരുന്നുണ്ട്. ഇത് വലിയൊരു തലവേദനയായിട്ട് ഇന്ത്യക്ക് വന്നിരിക്കുക. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വയ്യാതെ ഇനിയും ഇവൻ പഹൽഗാം ബോധമില്ലാത്തവനാണ്, അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമെന്നൊരു ഭയം ഇന്ത്യയുടെ ഭാഗത്ത്, ഭയമല്ല, ഒരു കരുതൽ, ജാഗ്രത. അതുകൊണ്ടാണ് വാണിംഗ് കൊടുക്കാനുള്ള നേരത്തെ കൊടുക്കുക. ഇനിയൊരു ആക്രമണം ഇതുപോലെ പഹൽഗാം പോലെ നടത്താൻ വന്നു കഴിഞ്ഞാൽ നിൻ്റെ പൊടി പോലും ഉണ്ടാകത്തില്ലടാ എന്ന് തന്നെ പറഞ്ഞു. നേരിട്ടുള്ള ഭാഷയെ തന്നെ പറഞ്ഞിരിക്കും. ഒരു അമേരിക്കൻ നിന്നെ സഹായിക്കാൻ ഉണ്ടാകത്തില്ല, ഒരു ചൈനയും സഹായിക്കാൻ ഉണ്ടാകത്തില്ല, ഉണ്ടെങ്കിലും നിന്നെ തീർത്ത് കളയും. ഇതാണ് ഇസ്രായേലിൻ്റെ ഭാഷ. ഇസ്രായേലിന് പക്ഷേ തീർക്കാൻ കഴിഞ്ഞിട്ടില്ല പാലസ്തീനെ തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. തീർത്തില്ലെങ്കിൽ അവിടെ ഞാൻ ഒരു കാര്യം, ഇസ്രായേലി പശ്ചിമേഷ്യ സമാധാനം ഉണ്ടായി ഹമാസിനെ തീർക്കണം, ഒരു സംശയം വേണ്ട. അവർ അക്രമത്തിന് തന്നെയായിട്ടുണ്ടായിട്ടുള്ള ആൾക്കാർ, അതിൻ്റെ ഒരു ശകലം പോലും, ഒരു വിത്തിൻ്റെ പോലും, ഒരു മുള പോലും, ഒരു കണിക പോലും ഉണ്ടെങ്കിൽ അവിടെ അക്രമം ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം അവരുടെ അതിനുവേണ്ടിയുള്ള അവതാരങ്ങളാണ് എന്ന് അവർ സ്വയം വിശ്വസിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഇത് തീർച്ചയായിട്ടും സാധിക്കും. കാരണം നിങ്ങൾ രാജ്യത്തിന് രാജ്യം വേണമെന്ന് പറഞ്ഞു, മുറിച്ച് തന്നു, തുണ്ടമാക്കി നിങ്ങൾക്ക് തരുന്നു, 2 തുണ്ടമാക്കി നിങ്ങൾക്ക് തന്നു. അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചോണം. ഇനി പിന്നെ എന്നാ വേണമെന്നാണ് നിങ്ങൾ പറയുന്നത്? പിന്നെ ചുരണ്ടാൻ വരുന്ന അതിനുമാതി ചുരണ്ടാൻ വരുന്നത്. മഹാത്മാഗാന്ധി സ്വന്തം ഹൃദയം മുറിക്കുന്നത് പോലെയാണെന്ന് ഇത് പറഞ്ഞു. അതുപോലെ ചെയ്തു. ഇന്ത്യക്കാരെ ചെയ്യാവുന്നതെല്ലാം ചെയ്തു. നിങ്ങൾ ബയനറ്റ് കൊണ്ട് ഗർഭിണികൾ വരെ കുത്തി അവരുടെ കുഞ്ഞുങ്ങളെ പുറത്തെടുത്ത് കൊന്നു. അതുപോലെ വൃത്തികേട്, നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന വൃത്തികേടുകൾ, ഹീനത, IS-നും അങ്ങനെയുള്ളവർക്കും മാത്രം ചെയ്യാൻ കഴിയുന്ന വൃത്തികേടുകൾ, നിഷ്ഠുരതകൾ, മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത നിഷ്ഠുരതകൾ കുറച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആ നിഷ്ഠുരതകളെ മുഴുവൻ ചെയ്തിട്ടാണ് പോയത്. ചെറ്റത്തരങ്ങൾ മുഴുവൻ കാണിച്ചിട്ടാണ് നിങ്ങൾ പോയത്. അതെ, ആ കാണിച്ചതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് വേറെ രാജ്യം അനുവദിച്ചു തന്നു. ഇനിയും പിന്നെ അവിടെ കടന്നുകൊണ്ട് ഇങ്ങോട്ട് ചുരണ്ടാൻ വന്ന ഇതുവരെ ഒറ്റ യുദ്ധവും ഞങ്ങൾ ജയിച്ചിട്ടില്ല. ഈ പാകിസ്ഥാനോട് പലപ്പോഴും ഈ ഇന്ത്യയുമായിട്ടുള്ള യുദ്ധവും അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നടക്കുമ്പോൾ പോലും ഇപ്പം തന്നെ കണ്ടില്ലേ, നമ്മുടെ പഹൽഗാം കഴിഞ്ഞു, അല്ലെങ്കിൽ ഒന്നാമത്തെ സിന്ദൂർ ഓപ്പറേഷൻ കഴിഞ്ഞു, അത് വളരെ കൃത്യമായിട്ട് പാകിസ്ഥാൻ തിരിച്ചു കൊടുക്കുകയും ചെയ്തതാണ്. പക്ഷെ അത് അവസാനിക്കുന്നതിന് മുമ്പ് അവർ വീണ്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഇപ്പോൾ താലിബാൻ കയറി അവിടെ അടിച്ചിരിക്കുന്നത്. ഈ താലിബാനുമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു ബന്ധം, അത് ഏത് തരത്തിലാണ് പാകിസ്ഥാൻ കാണുന്നത്? താലിബാൻ എന്നുള്ളതല്ല, നമ്മൾ അതിനകത്ത് അഫ്ഗാനിസ്ഥാൻ എന്നുള്ളതാണ്. അഫ്ഗാനിസ്ഥാൻ, ദ സ്റ്റേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്നുള്ളതാണ്. അഫ്ഗാനിസ്ഥാന് നമുക്ക് പണ്ടേ വലിയ ബന്ധങ്ങളാണ് ഉണ്ടായിരുന്നത്. വളരെ സൗഹാർദ്ദം, രാജാവിൻ്റെ കാലം മുതൽ വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള ബന്ധങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ അത് ശാശ്വതമായി നിലനിൽക്കേണ്ട. അവിടെ ഗവൺമെൻറ്റുകൾ മാറും, അത് നമ്മുടെ പ്രശ്നമല്ല. അമേരിക്കയിൽ ഇപ്പോൾ ട്രംപ് മാറും, ബൈഡൻ മാറും, എന്നാലും അമേരിക്കയുമായിട്ടുള്ള നമ്മുടെ സൗഹാർദ്ദം നിലനിർത്തും. അമേരിക്കൻ ജനതയുമായിട്ടുള്ള ഇപ്പോൾ ട്രംപ് പോയി വേറെ ആൾ വരുമ്പോഴും അത് നിലനിൽക്കും. അല്ല, താലിബാന്റെ പുതിയ ഭരണകൂടത്തിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ള, മുമ്പത്തെ പോലത്തെ ഭരണകൂടം അല്ല എന്നല്ലേ? അതങ്ങനെയല്ലേ? പല വിഭാഗങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം.
സോവിയറ്റ് യൂണിയൻ ഇടപെട്ടുകൊണ്ട് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഭരണകൂടത്തിനെ മാറ്റിക്കൊണ്ട് അവരുടെ കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള അനുഭാവിയായിട്ടുള്ള ഡോക്ടർ നജീബിനെ അവരവിടെ പ്രസിഡൻ്റായിട്ട് വന്ന് അവരോധിച്ചു റഷ്യൻ സഹായത്തോടെ. അപ്പോഴാണ് ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഈ ഭീകരവാദത്തിലേക്ക് ശരിക്കും പോയത്. കാരണം ഡോക്ടർ നജീബിനെ മറിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക അവിടുത്തെ താലിബാനികളെ പ്രോത്സാഹിപ്പിച്ചു. അതാണ് ഭീകരതയായിട്ട് വളർന്നു വന്നത്. ആ ഭീകരത എന്ന് പറയുന്നത് വൃത്തികെട്ട ഒരു തരം ഭീകരതയായിരുന്നു. അവരാണ് ഏറ്റവും കർക്കശമുള്ള ഇസ്ലാമിക മതമൗലികവാദത്തിലേക്ക് ആ രാജ്യത്തെ കൊണ്ടുപോയത്. ബൊഹീമിയൻ ബുദ്ധപ്രതിമകൾ തകർക്കുക തുടങ്ങിയ വൃത്തികേടുകളൊക്കെ ചെയ്തത്. എന്നിട്ട് അവർ ചെയ്ത ഒരു പണി എന്ന് പറഞ്ഞാൽ ഡോക്ടർ നജീബ് അവർ ജയിച്ചു. എന്ത് നിഷ്ഠുരതയും ചെയ്യാൻ കഴിയുന്നവർക്ക് പെട്ടെന്ന് ജയിക്കാൻ കഴിയുമല്ലോ. അവർ കൊന്നു. നജീബിനെ കൊന്നിട്ട് എന്ത് ചെയ്തെന്നറിയാം? അംഗത്തിൻ്റെ അംഗഛേദം നടത്തി. ശരീരത്തിലെ ഓരോ അവയവമായിട്ട് വെട്ടിമുറിച്ചു. അദ്ദേഹത്തിൻ്റെ ജനനേന്ദ്രിയം വരെ വെട്ടി മാറ്റിയെടുത്ത് വെച്ചാണ് പരസ്യമായിട്ട് അവിടെ പ്രദർശിപ്പിച്ചത്. എന്നാൽ സ്ത്രീകളെങ്ങും റോഡിലെങ്ങും ഇറങ്ങരുത്, പുറത്തെങ്ങും വരരുത്, അടുക്കളയിൽ തട്ടമിട്ടിരുന്നോണമെന്നാണല്ലോ പറയുന്നത്. ആ തരത്തിൽ എല്ലാവർക്കും കാണാൻ വേണ്ടി ജനനേന്ദ്രിയം വരെ കട്ട് ചെയ്ത് പ്രത്യേകം പ്രദർശിപ്പിക്കുക. അത്ര ക്രൂരമായിട്ടാണ് ഡോക്ടർ നജീബ്, അദ്ദേഹം ഡോക്ടറായിരുന്നു, സോവിയറ്റ് യൂണിയൻ്റെ പിന്തുണയോടുകൂടി അവരെ ഭരിച്ചത്. അദ്ദേഹത്തെ കൊന്നു. നേരെല്ലാം പോയി കഴിഞ്ഞാൽ അവരതുപോലെ ചെയ്യും. എന്ത് ക്രൂരതയും ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഇപ്പോഴത്തെ ഭരണകൂടം അതല്ല. കുറച്ചുകൂടെ ഭേദപ്പെട്ട അഫ്ഗാനിസ്ഥാനെ വികസിപ്പിക്കണം. മതമുണ്ട്, തീർച്ചയായിട്ടും മതമുണ്ട്, ഇസ്ലാമിക് സ്റ്റേറ്റ് തന്നെയാണ്. പക്ഷേ അതിനോടൊപ്പം രാജ്യം വികസിക്കണം. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, റോഡുകൾ വികസിക്കണം, അവിടെ ഡാമുകൾ ഉണ്ടാക്കണം, ഫലഭൂയിഷ്ടമാക്കണം. ഇന്ത്യയുടെ സഹായവും തേടുന്നുണ്ട്. അങ്ങനെ ഒരു സൗഹൃദം ആ തലത്തിൽ വന്നിട്ടുണ്ട്. ആ സൗഹൃദം ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും വർഷത്തിന് ശേഷം, താലിബാൻ ഭരണം വന്നതിന് ശേഷം ആദ്യമായിട്ട് അവിടുത്തെ ഒരു വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വന്നത്. ഇന്ത്യ തന്നെയല്ല, ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. അദ്ദേഹം എംബസിയിൽ, അവരുടെ സാമ്രാജ്യമാണ്, അവരുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യയിലെ എംബസി. നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് സ്വന്തമാണത്. അവരുടെ ഇഷ്ടമുള്ളത് അവിടെ ചെയ്യും. നമുക്ക് ചോദിക്കാൻ അധികാരമില്ല. പുറത്തു വന്നാൽ നമുക്ക് ചോദിക്കാം. അവിടെ നടത്തിയ പത്രസമ്മേളനത്തിൽ സ്ത്രീകൾ വരുന്നത് അദ്ദേഹം നിരോധിച്ചു. കാരണം അവിടുത്തെ നിയമം സ്ത്രീകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കരുതെന്നുള്ള ഖുറാൻ നിയമം ശാസന അനുസരിച്ചാണ് അവിടെ ഭരണം നടത്തുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലത്. അവരുടെ മതപരമായ ഒരു വിശ്വാസം കൂടിയാണത്. അതിൽ കയറി ഭരണം മുറിവേൽപ്പിക്കാൻ കഴിയില്ല. വിവരദോഷിയായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ പറഞ്ഞു അത് മോദിയുടെ പരാജയമാണ്. മോദിയുടെ പരാജയമാവുന്ന എങ്ങനെ? അവരുടെ മതാനുശാസന പ്രകാരമുള്ള ഭരണമാണത്. പക്ഷേ രണ്ടാമത് ഇന്ത്യ ഈ കാര്യം ഒന്ന് സൂചിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും താലിബാനായിട്ടുള്ള ഈ വിദേശകാര്യമന്ത്രി ഉടൻ തന്നെ സ്ത്രീകളെയും കൊണ്ട് പങ്കെടുപ്പിച്ചു, പത്രസമ്മേളനം നടത്തി. അപ്പോൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന ആൾക്കാരാണ്. ബോധമില്ലാത്ത ഈ ഹമാസിനെ പോലെ, IS പോലെ, അല്ലെങ്കിൽ തുർക്കിയിലെ പട്ടാളക്കാരെ പോലെ ഉള്ള വിവരദോഷികളല്ല ഇവർ എന്നുള്ളത് മനസ്സിലാകും. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് താലിബാൻ പാകിസ്ഥാനിലേക്ക് അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് ഒരു ആക്രമണം നടത്തിയത്? എന്തുകൊണ്ടായിരിക്കും? അത് വലിയ പ്രശ്നമുണ്ട്. ഇവിടെ ഡ്യൂറൻറ്റ് ലൈൻ എന്ന് പറയുന്ന ഒന്നാണ് അവരുടെ അതിർത്തി നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഡ്യൂറൻറ്റ് ലൈനിനപ്പുറം അഫ്ഗാനിസ്ഥാൻ്റെ 1.5 കോടി ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശങ്ങളുണ്ട്. അവരെ ഈ പാകിസ്ഥാൻ പട്ടാളകൂടം കൊന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പോകണം കാബൂളിൽ, അഫ്ഗാനിസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ ഇവിടുത്തുകാരല്ല പോകണമെന്ന് പറഞ്ഞിട്ട്. 1.5 കോടി ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അഫ്ഗാൻ ജനസംഖ്യയുടെ ഗണ്യമായ ഒരു വിഭാഗമാണ്. ഡ്യൂറൻറ്റ് ലൈനിനെ അഫ്ഗാനിസ്ഥാൻ അംഗീകരിക്കുന്നില്ല. അപ്പം നിങ്ങൾ അതിർത്തി എന്താ ചെയ്യേണ്ടത്? അഫ്ഗാനിസ്ഥാൻകാർ താമസിക്കുന്ന പ്രദേശത്തിന് അപ്പുറം ഒരു ലൈൻ വരയ്ക്കുക. ഇത് സായിപ്പ് കൊണ്ട് വരയിട്ടിട്ട് പോയതാണ് നമ്മളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതെന്നുള്ളതാണ് ഇവരുടെ വാദം. അപ്പോൾ ഇതൊരു രാജ്യാന്തര ഒരു പ്രശ്നമാണ്, നയപരമായ പ്രശ്നമാണ്, ചർച്ച ചെയ്ത് തീർക്കേണ്ട ഒരു പ്രശ്നമാണിത്. ഇന്ത്യയും ചൈനയും തന്നെ കണ്ടില്ലേ? അതും നമ്മുടെ മക്മഹോൺ ലൈൻ എന്ന് പറയുന്നത് ഇതുപോലെയാണ്. പക്ഷേ ഒരൊറ്റ വെടി പോലും ഉതിർത്തിട്ടില്ല ഇരു രാജ്യങ്ങൾക്കിടയിൽ. ആളുകൾ മരിച്ചിട്ടുണ്ട്, അത് ശരി, അത് വേറെ സംഭവങ്ങൾ, പിടിച്ചു തള്ളലും ഒക്കെ കൊണ്ടാണ് മരിച്ചിട്ടുള്ളത്. ആയുധം വെടി ഒരിക്കലും പൊട്ടിക്കില്ല എന്നുള്ള ഒരു കരാറാണ് അവർ തമ്മിൽ, മാന്യമായ 2 രാഷ്ട്രങ്ങൾ തമ്മിൽ. സിദ്ധാന്തത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും അതുകൊണ്ട് ഒറ്റ വെടി പോലും പൊട്ടിക്കപ്പെട്ടിട്ടില്ല അതിർത്തിയിൽ, മക്മഹോൺ ലൈനിന് ചുറ്റും. പക്ഷേ ഡ്യൂറൻറ്റ് ലൈനിൽ ഇനി തുടർച്ചയായിട്ട് യുദ്ധങ്ങളായിരിക്കും. പട്ടാളക്കാരെ 59 എണ്ണത്തിനെയാണ് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞ പച്ച പിടിച്ച് വരുന്ന ഒരു രാഷ്ട്രമാണ് അത് കൊന്നത്. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞത്. കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ 1ാം ഘട്ടം, ആ 1ാമതായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ അന്ന് ഏകദേശം 100ഓളം സൈനികരെ, പാകിസ്ഥാൻ സൈനികരെ ഇന്ത്യ കൊന്നതായിട്ട് കഴിഞ്ഞ ദിവസം ഈ രാജീവ് ഖായ് ഓപ്പറേഷൻ സിന്ദൂറിൽ 1ാം ഘട്ടത്തിൽ ആദ്യത്തെ 3 ദിവസത്തെ ആ ഒരു ആക്രമണത്തിലേക്ക് 100ഓളം വരുന്ന സൈനികരെ കൊല്ലേണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു.
ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും വീണ്ടും എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ പഠിക്കാത്തത്? യുദ്ധം അവിടെ അവസാനിക്കുന്നില്ല. ഒന്നുകിൽ ഇന്ത്യ അല്ലെങ്കിൽ പാകിസ്ഥാൻ, താലിബാൻ ഇങ്ങനെ പറഞ്ഞു യുദ്ധം അവിടെ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ പാകിസ്ഥാൻ പഠിക്കാതായി പോകുന്നത്? അത് ശരിയാണ് വാസ്തവം. യുദ്ധം ഒരു പരിഹാരമല്ല, 100% സത്യമാണ്. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. മോദി അത് പറയാറുണ്ട്. യുദ്ധം ഒന്നിനും ഒരു പരിഹാരം. എന്ത് ചെയ്യും? തോറ്റ രാഷ്ട്രം എപ്പോഴും പ്രതികാര രുദ്രരായിരിക്കും. അവസരം അതാണ്. ഈ പാകിസ്ഥാൻ ഇപ്പോൾ 2 തവണ തോറ്റു. അതിൻ്റെ മുറിവുറുപ്പാണ് ഈ പ്രോക്സി വാറായിട്ട് വരുന്നത്, ഗുപ്ത യുദ്ധമായിട്ട് അതിരുകളിൽ ഇങ്ങനെ വരുന്നത്, ഭീകരാക്രമണമായിട്ട് വരുന്നത്. ശരി, സമ്മതിച്ചു. പിന്നെ എന്താണ് പരിഹാരം? പരിഹാരം ഇസ്രായേൽ പറഞ്ഞ പരിഹാരം തന്നെ. ആൻ ഐ ഫോർ ആൻ ഐ എന്ന് പറഞ്ഞ പോലെ ടെറർ ഫോർ ടെറർ. ടെററിസത്തിനെ ടെററിസം കൊണ്ടേ നേരിടാൻ പറ്റൂ. അവിടെ അവസാനിക്കും. ഇപ്പോൾ വേണ്ടത് ഇനി ഒരു ആക്രമണം നടത്തിയാൽ പറഞ്ഞതുപോലെ പാകിസ്ഥാനെ ഭസ്മമാക്കും. ലോകത്തിന് ഇത്രയും ദുരിതമുണ്ടാക്കുന്ന ഭീകരവാദമെന്ന വിപത്ത് ലോകത്തിന് സംഭാവന ചെയ്യുന്ന ഈ രാഷ്ട്രത്തെ ചാരമാക്കി മാറ്റിയാൽ അവിടെ അവസാനിക്കും. അവിടെ ഒന്നും അവശേഷിക്കാൻ പാടില്ല. അവിടുത്തെ ജനങ്ങൾ, അതിനകത്ത് കുറേ ഈ പറയുന്ന പോലെ നിഷ്പക്ഷരായിട്ടുള്ള കുറേ ജനങ്ങളുണ്ട്. ആയിക്കോട്ടെ, അറിയാത്ത സാധാരണക്കാരുടെ ജനങ്ങളുണ്ട്. അവരൊന്നും ഇതിനകത്ത് അങ്ങനെ യുദ്ധമോ അല്ലെങ്കിൽ അവർ സമാധാനപരമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ പലപ്പോഴും തിരിച്ചത് 1-ാം സിന്ധുവിൽ തിരിച്ചടിച്ചത് പോലും അത്രയ്ക്കും ഗതികെട്ടപ്പോഴാണ് തിരിച്ചത്. അതും അർദ്ധരാത്രിയിലാണ് തിരിച്ചത്. 1:40 അങ്ങനെ നമ്മളൊരു യുദ്ധം നടത്തിയത് പോലും. പക്ഷെ അത് തന്നെ ഈ അവരെ കൺസേൺ, ആ സ്ത്രീകളോടും അവിടുത്തെ കുട്ടികളോടുമുള്ളൊരു കൺസേൺ ഉണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ രാജ്യത്തിനെ നശിപ്പിക്കുന്ന, അപ്പോൾ ഇതുപോലത്തുള്ള തീവ്രവാദികളെ നശിപ്പിച്ചതിന് ശേഷം ഈ രാജ്യത്തിനെ കൂട്ടിയോജിപ്പിക്കുക എന്ന് പറയുന്ന തരത്തിലേക്ക് പോകാനുള്ള സാധ്യത അതിനകത്തുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ അങ്ങനെ പെട്ടെന്ന് കയറി ഒരു യുദ്ധം നമ്മൾ വാണി കൊടുക്കും. സമാധാനം ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ രാജ്യം വിടണം. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അഫ്ഗാനിസ്ഥാനിൽ പോവാം. അറബ് രാജ്യങ്ങളുണ്ട്, സൗദി അറേബ്യയുമായിട്ട് ഇവർ കരാറുണ്ടല്ലോ. ആ രാജ്യങ്ങളിൽ, ഈജിപ്റ്റ്, ആഫ്രിക്ക മുതലായിട്ടുള്ള രാജ്യങ്ങളിലേക്കൊക്കെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോവാം. ഇന്ത്യയിലേക്കും കുറച്ച് പേർക്ക് ഞങ്ങൾ താമസസൗകര്യം, ബംഗ്ലാദേശിലേക്ക് പോവാം, മാലിദ്വീപുണ്ട്, ഒരുപാടുണ്ടല്ലോ ഇവർക്ക് രാഷ്ട്രങ്ങൾ. ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഐക്യ തന്നെ ഉണ്ടല്ലോ. അവർ മാറുക തൽക്കാലം. ഞങ്ങൾ ഈ ഭീകരവാദവും ഒക്കെ ആയിട്ട് വരുന്ന രാജ്യങ്ങളെ നശിപ്പിക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ആളുകൾക്ക് സമാധാനമായി ജീവിക്കാൻ പറ്റില്ല. സ്പഷ്ടമായിട്ടുള്ള ഡോസിയേഴ്സ് നമുക്കുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് തന്നെ ആ വാണിംഗ് കൊടുത്തിട്ട് നേരെ ആക്രമണം നടത്തുക 4 വശത്തു നിന്നും. നമ്മൾ കണ്ടല്ലോ ബംഗ്ലാദേശ് എങ്ങനെ വിമോചിച്ചെന്ന്. അതുപോലെ 4 വശത്തു നിന്നും വളയുക, നശിപ്പിച്ച് കളയുക. ഒരു തരത്തിലുള്ള അത് 18 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഇത്രയും 100 പേരെ കൊന്നതും അത് 11 കേന്ദ്രങ്ങൾ തകർത്തതും. അപ്പോൾ നമുക്കത് നിഷ്പ്രയാസം സാധിക്കുന്ന കാര്യമുള്ളൂ. അതോടുകൂടി തന്നെ അവിടുത്തെ ഭീകരവാദം അവസാനിച്ചു. സമാധാനപരമായിട്ട് ജീവിക്കാൻ അവർ പഠിക്കും. കാരണം ഇനിയൊന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ താങ്കൾക്ക് സർവനാശം സംഭവിക്കുമെന്നൊരു ബോധം വന്നു കഴിഞ്ഞാൽ അത് നമ്മളിപ്പോൾ പറയുന്നതേ ഉള്ളൂ. അത് കാണിച്ചും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അതുകൊണ്ട് ഭീകരവാദവും അവസാനിക്കും, യുദ്ധവും കിട്ടും. യുദ്ധം അവസാനിക്കും. ഈ ഇന്ത്യക്ക് വേണമെങ്കിൽ ഈ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ലയിപ്പിക്കുന്ന നേരത്തേക്ക് ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ വിദൂരമാണെങ്കിൽ വേണ്ട. അപകടം അത് വേണ്ട. ഇനി അത് ലയിപ്പിക്കൽ വേണ്ട. ഇതിനകത്തിരുന്നുകൊണ്ട് പിന്നെ ചൊറി കുത്തും. വേറെ പറഞ്ഞു വിട്ടേക്ക്. ഇനി ആർക്കെങ്കിലും അങ്ങോട്ട് പോകണമെങ്കിൽ അത് പോവാം. അതായിരിക്കും നല്ലത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.